മലയാള സിനിമയുടെ തീരാനഷ്ടം. സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരുപിടി നല്ല കഥകളും കഥാപാത്രങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ശ്രീനിവാസ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കും. ഈ സങ്കടങ്ങളുടെ നടുവിൽ പറയാതെ വയ്യ. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മാധ്യമധർമ്മം എന്താണ്? ഒട്ടും കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മരിച്ചത് ഒരു സെലിബ്രിറ്റിയാണ്. അവിടെ വിഷ്വൽസ് എടുക്കണം, എടുത്തേ പറ്റുള്ളൂ. പക്ഷേ അവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരുന്നു, അവർക്കും ഒരു ഫാമിലി ഉണ്ട്. അത് മറന്നുകൊണ്ട് വേണോ ഈ മാധ്യമധർമ്മം കാണിക്കേണ്ടത്, പ്രേക്ഷകരിലേക്ക് വിഷ്വൽസ് എത്തിക്കേണ്ടത്? അദ്ദേഹത്തെ ആരാധിക്കുന്ന ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും മാധ്യമങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പൊതുദർശനം സംഘടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വീട്ടിലെ ചടങ്ങുകളിൽ, അതുപോലെ തന്നെ അവിടെ കരയുന്ന ആൾക്കാരെ സൂം ചെയ്തിട്ടുമാണോ നിങ്ങൾ ഈ മാധ്യമധർമ്മം കാണിക്കുന്നത്? അതുകൂടാതെ അതിന് താഴെ കുറെ ക്യാപ്ഷൻസ്. അച്ഛന്റെ വില മനസ്സിലാക്കി ധ്യാൻ. എന്താ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ടി ആർ പി കയറ്റിട്ട്, അതായത് ഒരു ഞങ്ങളെല്ലാവരും ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അവരുടെ കുടുംബത്തിന് അത്രയും അരോചകമാകുന്ന രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളുടെ പെരുമാറ്റം. അവസാനം അന്ത്യകർമ്മം ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു പ്രൈവസി അവർ അർഹിക്കുന്നില്ലേ? അവർക്ക് അവരുടെ അച്ഛനെ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ അവസാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമാണത്. ഇനി അവർക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവർക്ക് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഇനി അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് പോലും സമ്മതിക്കാതെ ഒരു ടി ആർ പി റേറ്റിംഗിന് വേണ്ടിയിട്ട് ആ കുടുംബത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു പറിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പൊതുദർശനം എന്നതാണ് മാധ്യമങ്ങൾക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി, വീണ്ടും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അവസാന കർമ്മം ചെയ്യുന്നത് വരെ ആ നിങ്ങൾ കാണിക്കുന്നത് ശരിക്കും ഒരു എത്തിക്കൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഇതുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നു? ഒരു സെലിബ്രിറ്റി ആവുന്ന സമയത്ത് തന്നെ അവരുടെ സഹപ്രവർത്തകർ, കൂട്ടുകാർ, ഓൾമോസ്റ്റ് എല്ലാവരും സെലിബ്രിറ്റീസ് തന്നെയായിരിക്കും. വരുന്നവരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക. മകന്റെ കരച്ചിൽ എത്രത്തോളം വീട്ടുകാർ കരഞ്ഞു, വന്ന ആളുകൾ എത്രത്തോളം കരഞ്ഞു, വന്നവരിൽ ആരൊക്കെയാണ് ചിരിച്ചത്, അവർ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ, കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടില്ലേ, അവർ ലേറ്റ് ആയിട്ടാണോ വന്നത്, കർമ്മത്തിന് കറക്റ്റ് വന്നിട്ടുണ്ടോ? ഇതൊക്കെ സെൻസസ് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ സർവേ എടുക്കാൻ നിങ്ങൾ ആരാണ്? ഇത് മാധ്യമപ്രവർത്തകരുടെ ശരിയാണെങ്കിൽ ഇത് കണ്ട പ്രേക്ഷകർക്ക് ഇത് ശരിയായി തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഇതാണോ യഥാർത്ഥ മാധ്യമധർമ്മം?